हम लोग कितने बजे आता है मछली पकड़ने के लिए? हम तो अभी 5 बजे आए. 5 बजे. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തീറ്റയൊക്കെ കോർത്തു. ഇവർ എന്താ തീറ്റ ഇടുന്നത് നമുക്ക് നോക്കാം. क्या है कौन सा वाला? ओह बढ़िया है. अच्छा एक बार दिखाओ कि कौन सा वाला मछली मिला था आपको? छोटा वाला है. अच्छा बढ़िया. കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. എല്ലാവരും ചൂണ്ടിടാൻ വേണ്ടി വരുന്നു, നമ്മളും വരുന്നു. ഇപ്പം പിടിച്ചു കേട്ടോ. ഫ്രഷ് ആയിട്ട് എടുത്തു. അപ്പുറത്ത് ഒരെണ്ണം കിട്ടി, ഇവിടെ ഒരെണ്ണം കിട്ടി. എല്ലാ കൂട്ടുകാർക്കും മല്ലു സെക്ഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനുണ്ട് എൻ്റെ ഫ്രണ്ട് തൊട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫിഷിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മേബുള്ളിൽ തന്നെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ചൂണ്ടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അല്ലേ മീൻ വേസ്റ്റ് വേണം അല്ലേ, മീൻ വേസ്റ്റ് മേടിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് അവിടുന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് നടന്ന് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർ എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അല്ലേ. ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. അപ്പോൾ മെഹബുള്ളയിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് എനിക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് ആഗ്രഹിച്ചപ്പോൾ എന്നാൽ പിന്നെ നമുക്കും കൂടെ ഒന്ന് ചൂണ്ടയിട്ടാലോ എന്ന് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഈ മീൻകടയിലോട്ട് ചെല്ലുന്നത് കേട്ടോ. അല്പം കുറച്ച് മീനിൻ്റെ വേസ്റ്റൊക്കെ മേടിച്ചിട്ട് ചൂണ്ടയിട്ട് നോക്കാം എന്നുള്ള ഐഡിയയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഫിഷിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പതിവ് പോലെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ആൾക്കാരിലെത്തിക്കാനായിട്ട് ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. മീൻ പിടിക്കുന്ന വേസ്റ്റ് മറ്റേ ആ കുടലൊക്കെ ഇല്ലേ, കുടൽ നമ്മൾ സ്ഥിരം മീൻ മേടിക്കുന്ന കടയാണ് കേട്ടോ. അത് നമ്മളിവിടെ വന്നു ശകലം മീനിൻ്റെ വേസ്റ്റ് ഒഴിക്കുകയാണ്. അയ്യോ നോക്കണം, കുടലൊക്കെ ഉണ്ടല്ലോ അല്ലേ, എല്ലാം ഉണ്ട്, മിക്സാണ്. ഇല്ല നമുക്കിന്നെ ഒന്നായിട്ട് അതിലേക്ക് മേടിച്ച് ശരി ഞങ്ങൾ മീൻ പിടിച്ചിട്ട് വരാം കേട്ടോ. നമ്മളിത് ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനം കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. തൊട്ടടുത്തുള്ളൊരു മീൻകടയിൽ ചെന്നു. അവിടെ ചെന്നിട്ട് കുറച്ച് മീനിൻ്റെ വേസ്റ്റ് തരാൻ പറഞ്ഞു. അപ്പോൾ അവരും അവിടെ നിന്ന് തന്നെ കുറച്ച് കോരി എടുത്ത് നമുക്ക് തന്നു കേട്ടോ. അപ്പോൾ അതും മേടിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയാലേ നമുക്ക് ചൂണ്ടിടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ സമയമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6-6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ നടന്ന് നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മേബുള്ളിലെ ബ്ലോക്ക് 1-ലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ സീ സൈഡിലോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ സീ സൈഡിൽ ഒരുപാട് ആൾക്കാർ, അതായത് ഇന്ത്യക്കാർ തന്നെ, പിന്നെ പല രാജ്യക്കാരും, അതായത് നേപ്പാളികൾ, അതുപോലെ ഫിലിപ്പിനോസ്, അങ്ങനെ കുറേ ആൾക്കാർ വന്ന് ചൂണ്ടിടുന്ന ഒരു സ്പോട്ടാണെന്ന് ഞാൻ അറിഞ്ഞു. ഒരുപാട് ആൾക്കാർക്ക് നല്ല നല്ല മീനുകളും കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് ആ റോഡ് ഒരുത്തുകൂടെ നടന്നാണ് ഞങ്ങൾ പോകുന്നത് ഈ ചൂണ്ടിടാനായിട്ട്. അപ്പോൾ കുറച്ച് ദൂരം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. ഒരു 10-15 മിനിറ്റ് നടക്കാനായിട്ടുണ്ട് കേട്ടോ. ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇതുപോലുള്ള ചില ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ അന്യനാട്ടിലൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഒരു ഫീലിംഗ് തന്നെയാണ് ഈ ചൂണ്ടിടാൻ പോകുന്നതൊക്കെ. ഇവിടെ എത്തി കേട്ടോ. എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സിറ്റുവേഷൻ കുറച്ച് ഡാർക്കാണ്, ഒരു ഫുള്ള് ഇരുട്ടാണ് കേട്ടോ. ആൾക്കാരൊക്കെ വളരെ കുറവാണ് ഇവിടെ. അതുപോലെ തന്നെ ചൂണ്ടയിടുന്നവരൊക്കെ പോയെന്നാണ് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ഇത് വെള്ളം പൂർണ്ണമായിട്ട് ഇറങ്ങിക്കിടക്കുക കേട്ടോ. അപ്പോൾ എനിവേ ഒന്ന് നോക്കണം എന്താ അവസ്ഥ ആണ്, എന്നിട്ട് വേണം ചൂണ്ടിടാൻ. രക്ഷയില്ലാത്ത ഏരിയ കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ചൂണ്ടിടുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ്. വെറൈറ്റി ഏരിയ, എന്ത് രസമാണെന്ന് പറയും ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട്. രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ലായിരിക്കും. പക്ഷെ പകലിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുവാണ് കേട്ടോ. ഇതുള്ള മെഗബുള്ളയിലാണ്. മീൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. കുറേ ആൾക്കാർ ചൂണ്ടിടുന്നുണ്ട് കേട്ടോ. കുണ്ടും കുഴിയും നിറഞ്ഞതാണെന്ന് കേട്ടിട്ട് സൂക്ഷിച്ചിറങ്ങണം. സ്പേസ് കിട്ടാം, എടുക്കുന്ന സ്പേസാണ്. എന്നെയും കൂടെ കിട്ടുന്ന രീതിയിൽ മേലിൽ കൂടെ ഒക്കെ എന്തൊക്കെയോ വലിയുന്നുണ്ട്.
ടിഷ്യൂ ഒക്കെ എടുത്തോളൂ ചൂടാൻ വരുമ്പോൾ അങ്ങനെയുള്ള നോക്കുകയേ ചെയ്യും ഇവിടെ ഹൈജീൻ്റെ ഒരു വസ്തുതയില്ല. എൻ്റെ കയ്യിൽ എൻ്റെ അത്ര ഇതായിട്ടില്ല അതൊന്ന് കട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തീറ്റയൊക്കെ കുറത്ത് ചൂണ്ടിടാനായിട്ട് പോവുകയാണ്. എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പം നമ്മളിവിടെ വന്ന പരിചയപ്പെട്ട ഒരു വയസ്സാണ് കേട്ടോ. कैसा है? कुछ मिला? हाँ मिला, 2 मिला। 2 मिला, चलो ठीक है भैया. इसमें कुछ है? कुछ नहीं है ना? भाई साहब വന്നിട്ട് കുറേ നേരമായി ചൂണ്ടെടുത്തെന്ന് പറയുന്നത്. കിട്ടിയില്ലല്ലേ? कौन सा वाला मच्छी मिला था? ऊपर दिखाओगे? अच्छा. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. പ്രത്യേകതയാണ്. ഇവരെന്താ തീറ്റി ഇടുന്നത് നമുക്ക് നോക്കാം. क्या है? कौन सा वाला? ओह बढ़िया है. अच्छा इतना बड़ा वाला मिला था. अच्छा ये भी मिला. ये कौन सा वाला डालता है आपने? ऑक्टोपस. अच्छा यही डालते हैं. चलो बढ़िया बढ़िया बढ़िया. ഇതാണ് ഇവിടുത്തെ തീറ്റി കേട്ടോ. आप कहाँ से हैं? आप कहाँ से? बांग्लादेश. ബംഗ്ലാദേശ്. അച്ഛാ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു നമ്മുടെ വായ്സാബാണ്. അപ്പോൾ അദ്ദേഹം കുറേ നേരമായിട്ട് ഇവിടെ ചൂണ്ടിടുന്നതാണ്. 2 മീനെ പിടിച്ചു കേട്ടോ. നമ്മൾ വന്നതേ ഉള്ളൂ, നമ്മളിടാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവരാണ് ഇവരെല്ലാം. ഇവർ കുറേ നേരത്തെ വന്നു കേട്ടോ. കിത്തന ബജെ ആയാ? കിത്തന ബജെ ആയാ? 5 बजे. 5 बजे ആക്കേ. അച്ഛാ അപ്പം 5 മണിയായപ്പോൾ വന്നാൽ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് താമസിച്ചായിരുന്നു. ഇവിടെ നിന്ന് ഇടുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ് കേട്ടോ. പുള്ളി മാത്രമല്ല ഒരുപാട് ആൾക്കാരിവിടെ ഉണ്ട്. मीन सब उधर नीचे चूंड रहे हैं. ऊपर दिखाओ कि कौन सा वाला मच्छी मिला था आपको? छोटा वाला है. अच्छा बढ़िया. 2 चीज़ मिला था. कितने बजे आया था? क्या डालते हैं आपने? ये वाला पकड़ने के लिए क्या डालते हैं? चिकन का. अच्छा क्या बोलते हैं? पता नहीं बोलता हिंदी में. हाँ 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 बढ़िया बढ़िया. ये रोड कितने का आता है? ये वाला स्टिक कितने का आता है? ये वाला मैं सब मिला के खरीदा 17 कड़ी. 17 केडी पे. हाँ 17. हाँ. अच्छा आप कहाँ से? मैं नेपाल से. नेपाल. നേപ്പാൾ സേ. നമ്മൾ നേരത്തെ കണ്ടത് ബംഗ്ലാദേശി അങ്ങനെയാണെങ്കിൽ बांग्लादेश. ആ आप यूट्यूब एक आदमी है तो आना. हाँ യൂട്യൂബർ. आप लोग डेली आता है क्या? हाँ मेरे डोली बोले तो. അല്ല ഇവർ ചെറിയ ബാഗിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. അതുപോലെ പിടിക്കാനുള്ള സാധനങ്ങൾ. आप कितने बजे तक इधर बैठते हैं? मैं बैठता हूँ 9 बजे 10 बजे तक. 9 बजे 10 बजे तक. हाँ. अच्छा. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണി വരെയൊക്കെ ഇവർ ഇരിക്കും കേട്ടോ. ഒരു 7 മണി, ഒരു 6:30, 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വരും. എന്നിട്ട് ഒരു 10 മണി, രാത്രി 10 മണി വരെയൊക്കെ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കും, ചൂണ്ടയിടും. എന്നിട്ടാണ് റൂമിലോട്ട് പോകുന്നത് കേട്ടോ. രസമാണ് ഇവിടുത്തെ. കുറേ ആൾക്കാരുണ്ട്. നമുക്ക് കുറച്ച് അപ്പുറത്തോട് പറയാം. അപ്പന്മാർ ഒരുപാട് പേര് ഇങ്ങനെ ചൂണ്ടിടുന്നുണ്ട്. പക്ഷേ വലിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഇരുന്നത്. ഒരാൾ ചൂണ്ട പഠിക്കുകയാണ്, മറ്റൊരാൾ ചൂണ്ട ഇടുകയാണ്. भैया कहाँ से? ये छोटा यूट्यूब के लिए है. कहाँ से? तमिलनाडु. हाँ तमिलनाडु नहीं है? इங்க வந்துட்டு தமிழ்நாடு தான். இங்க இருக்குன்னு ஒரு பாரு. ஐ ஜெய் ஜெய் கிடு 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 டன் 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 அந்த மியூசிக் போடுங்க. என்னன்னா बढ़िया बढ़िया. ரெண்டு மீனா ஏட்டோ தானே? கேப் பீஸ் தானே? இப்போ பிடிச்சிருங்க கேட்டா ஃப்ரெஷ் ஆகிட்டு എടുത്തു. ആ ഹാ അത് അപ്പുറത്ത് ഒരെണ്ണം കിട്ടി, ഇവിടെ ഒരെണ്ണം കിട്ടി. ഇത് വൈറ്റാണ്. ഇവർ നമ്മുടെ നാട്ടുകാരാണ് കേട്ടോ. ഇവർ വന്ന് நம்ம ஊருக்காரன் தான். அண்ணா கொஞ்சம் காமிங்க அண்ணா, என்ன மீனை பிடிச்சிருக்குன்னு. இந்த மீன் மட்டும்தானா? பெரிய மீன் இருக்கா? சரி இது இது எந்த மீன் அண்ணது? கேட் ஃபிஷ்ஷா? எந்த மீன் தெரியுமா? கேட் ஃபிஷ்ஷா? இதில் எல்லாத்தையும் ஒரு கனவை தான் போடுறேன்.
அது அங்கே தூரம் போனோம் இல்லைண்ணா எங்கே தானே கிடைக்கும் எவ்வளோ தூரம் போகிறோம் அதுதான் பெட்டர் இல்லை இந்த சைடில் எல்லாம் வந்து இந்த மாதிரி கல்லெல்லாம் கிடைக்கும்ல குறிப்பிட்ட தூரம் தான் இருக்கும்னு நினைக்கிறேன் அவ்வளோ கரெக்டாக சரி கொஞ்சம் நல்லா பேசுது அண்ணா எந்த ஊருண்ணா நாங்கள் திருப்பத்தூர் மாவட்டம் திருப்பத்தூர் மாவட்டமா திருப்பத்தூர் மாவட்டம் நீங்கள் எத்தனை மணிக்கு இவ்வளோ இங்கே வருவீங்க இல்லை சாயங்காலமாக வர்றதான் அந்த டியூட்டி முடிச்சுட்டு தான் டைம் பாஸ்க்கு வந்துடுறது அப்படியா எத்தனை மணி வரை இங்கே இருக்கும் அவ்வளோ தூரம் கிளம்பிடும் 10 மணிக்கு வரணும் தானே 10 மணி இருக்காது ஒரு அவ்வளோதான் ஒரு 8 மணிக்கு கிட்ட கிளம்பிடுவாங்க 8 மணிக்கெல்லாம் கிளம்பிடுவோம்ல ஆமாம் டியூட்டிக்கு போகணும்ல நாளைக்கு எத்தனை மணிக்கு போனோம் காலையில் போனோம்ல ஆமாம் காலையில் நாங்கள் 2:40 4 மணிக்கு பஸ்ஸில் உட்காந்துருந்தோம் 4 மணிக்கெல்லாம் பஸ்ஸில் உட்காந்துருந்தோம் ஆமாம் 8 മണിക്കെല്ലാം ഇങ്ങിരുന്ന് കളിപ്പിടുവാங்க സാപ്പിട്ട് പടത്ത് തൂങ്ങുവാங்க അതാ കേട്ടോ ഇവിടെ നിന്ന് രാവിലെ അതാ ഞാനിപ്പോൾ നോക്കിയേ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഡ്യൂട്ടി ഉള്ളത് വെളുപ്പിന് 4 മണിക്ക് പോകുന്നവരാണ് ഇവിടെയുള്ള പ്രവാസികൾ അപ്പോൾ ആ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇതുപോലെ ചൂണ്ടിടുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ തമിഴ് അണ്ണന്മാരാണ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിയൊക്കെ ആകുമ്പോൾ വരുമെന്നാണ് പറയുന്നത് അവർക്ക് ഒരുപാട് മീൻ കിട്ടി കേട്ടോ ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്ന மீனான കൂടുതലും കിട്ടിയിരിക്കുന്നത് 5 மணிக்கு வந்தீங்கன்னா பெரிய பெரிய மீனாக பிடிப்பாங்க அந்த டைத்தில் பார்ப்போம் அப்படியா பெரிய மீன் இந்த மீனெல்லாம் பிடிச்சிட்டு போய் என்ன பண்ணுவான் நம்ம समुद्र है आमाम अच्छा ना उन लोगों को भी मच्छी मिला हुआ है देखो अच्छा इस तरह की मच्छी मिला हुआ है छोटा छोटा वाला है हम लोग कितने बजे आता है मच्छी पकड़ने के लिए हम तो अभी 5 बजे 5 बजे से आदमी लोग इधर बहुत लोग आते हैं 5 बजे से शुरू होता है ना 4 बजे 5 बजे आता है 8 बजे 10 बजे तक पकड़ते हैं अच्छा बढ़िया ഇത് കണ്ടില്ലേ ഇതൊക്കെയാണ് മെബുളയിലെ കാഴ്ചകൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് മീൻ പിടിക്കാനായിട്ട് കുറേ ദൂരത്തേക്ക് വലിച്ചെറിയും നല്ല നല്ല തീറ്റകളാണ് ഇവരെല്ലാം ഇടുന്നത് കേട്ടോ ചൂണ്ട പൊട്ടി ഒരു രക്ഷയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല കേട്ടോ എല്ലാവരും ചൂണ്ടിടാൻ വേണ്ടി വരുന്നു നമ്മളും വരുന്നു നമ്മൾ ആദ്യം വന്ന് കുറച്ച് കാര്യമൊക്കെ അങ്ങോട്ട് ദൂരത്തോട്ട് ഇട്ടു എനിക്ക് തോന്നുന്നു ഇവിടെ മൊത്തം ഉടക്കാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ ഒരു 10 എത്ര പേരുണ്ടാവും ഇവിടെ ഒരു 10-50 പേരെങ്കിലും കാണും അല്ലേ എല്ലാ പ്രവാസികളും മീൻ പിടിക്കാൻ ആഗ്രഹമുള്ള എല്ലാ പ്രവാസികളും ഈ ഏരിയ താമസിച്ച എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ കാര്യം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ മലയാളികളായിക്കോട്ടെ നമ്മുടെ നാട്ടുകാരായിക്കോട്ടെ നമ്മുടെ രാജ്യക്കാർ ഒരുപാട് പേര് നേപ്പാളിൽ നിന്ന് ഒരുപാട് പേര് ഫിലിപ്പിനോസ് ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മീൻ പിടിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ മേപ്പുള്ള അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചൂണ്ടയിടൽ പരാജയപ്പെട്ടു പക്ഷേ നമ്മൾ അടുത്ത ദിവസം വീണ്ടും വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന നേരമായി നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ